നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശികളായ രൂപേൽ, രാഹുൽ, ആലിം എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു. ആശയക്കുഴപ്പം നീങ്ങി. തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച അവധി തന്നെ എന്ന സ്ഥിരീകരണം. ആശയക്കുഴപ്പമുണ്ടാക്കിയ സർക്കുലർ തൃശൂർ DEO പിൻവലിച്ചു. മാർ തോമസ് ലിഹയാൽ സ്ഥാപിതമായ പാലിയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ ദുക്രാന തിരുനാൾ ജൂലൈ 3-നും തർപ്പണ തിരുനാൾ ജൂലൈ 12, 13 തീയതികളിലും ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. സൈക്കിൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥിക്ക് പുതിയ സൈക്കിൾ വാങ്ങി നൽകി PTA കമ്മിറ്റി. പൂഴിക്കള സ്വദേശി മാമ്പുള്ളി ഷാജിയുടെ മകൻ വിഷ്ണുവിന്റെ സൈക്കിളാണ് ആൽത്തറ ഗോവിന്ദപുരം ക്ഷേത്ര പരിസരത്ത് നിന്ന് മോഷണം പോയത്. വാർത്തകൾ വിശദമായി. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശികളായ രൂപേൽ, രാഹുൽ, ആലിം എന്നിവരാണ് മരിച്ചത്. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന ഇവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തു. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. കൊടകര ടൗണിൽ തന്നെയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ചിരുന്ന പഴയ ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത്. ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച കെട്ടിടം കനത്ത മഴയെ തുടർന്ന് തകരുകയായിരുന്നു. കെട്ടിടത്തിൽ 17 പേരാണ് താമസിച്ചിരുന്നത്. തൊഴിലാളികൾ രാവിലെ ജോലിക്ക് പോകുവാൻ വേണ്ടി ഇറങ്ങുന്നതിനിടെയാണ് കെട്ടിടം ഇടിഞ്ഞു വീണത്. ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. സേഫായിട്ടുള്ള ബിൽഡിങ്ങിൽ എങ്ങനെ താമസിക്കുന്നു, ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്ങിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പരിശോധിക്കാനാണ് നമ്മളത് പരിശോധിക്കും. ഇതുകൂടാതെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും. ആശയക്കുഴപ്പം നീങ്ങി. തൃശൂർ ജില്ലയിൽ ശനിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി തന്നെ. ജൂൺ 28-ന് തൃശൂർ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് മാത്രം പ്രവൃത്തി ദിനമായി നിശ്ചയിച്ച് തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ സർക്കുലർ ഇറക്കിയിരുന്നു. ഇത് തൃശൂർ ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രവൃത്തി ദിനമാണെന്ന് നിശ്ചയിച്ചതായി പ്രചരിച്ചതാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കിയത്. ഇതോടെ മറ്റ് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസുകളും വിഷയത്തിൽ വ്യക്തത വരുത്തുകയായിരുന്നു. പിന്നീട് തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ പ്രഖ്യാപിച്ച പ്രവൃത്തി ദിനവും തൃശൂർ DEO പിൻവലിക്കുകയായിരുന്നു. തൃശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാധ്യതയിൽ ശനിയാഴ്ച ക്ലാസ് വെക്കേണ്ടതില്ലെന്ന് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ളതിനാൽ കത്ത് പിൻവലിക്കുന്നതായി പുതിയ സർക്കുലർ ഉണ്ട്. മാർ തോമസ് ലിഹയാൽ സ്ഥാപിതമായ പാലിയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ ദുക്രാന തിരുനാൾ ജൂലൈ 3-നും തർപ്പണ തിരുനാൾ ജൂലൈ 12, 13 തീയതികളിലും ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ചാവക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 3 വ്യാഴാഴ്ച ദുക്രാന തിരുനാൾ ദിവസം രാവിലെ 6:30 മുതൽ വൈകിട്ട് 4 മണി വരെ ദിവ്യബലി ഉണ്ടാകും. രാവിലെ 7:30-ന് തളിയക്കുളത്തിൽ നിന്നുള്ള കൊടിയേറ്റ പ്രദക്ഷിണത്തിനു ശേഷം ദുക്രാന ഊട്ട് ആരംഭിക്കും. 1,00,000 പേർക്കുള്ള ഊട്ടുസദ്യയാണ് ഒരുക്കുക. 9:30-ന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്കു ശേഷം എമിരറ്റസ് മെൽബൺ രൂപത ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ തിരുനാൾ കൊടിയേറ്റം നടത്തും. ജൂലൈ 4 മുതൽ 11 വരെ വൈകുന്നേരങ്ങളിൽ 5:30-ന് ആഘോഷമായ നവനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന, വിവിധ ദിവസങ്ങളിലായി കുടുംബ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ കലാപരിപാടികളും ഉണ്ടായിരിക്കും. ജൂലൈ 11 വെള്ളിയാഴ്ച വൈകിട്ട് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മത്തിനു ശേഷം നൃത്ത അരങ്ങേറ്റമുണ്ടാകും. ജൂലൈ 12 ശനിയാഴ്ച രാവിലെ 8 മുതൽ വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, വൈകിട്ട് 5:30-ന് ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, കൂടുതുറക്കൽ ശുശ്രൂഷ, തുടർന്ന് വർണ്ണമഴയുമുണ്ടായിരിക്കും. രാത്രി 10 മണിക്ക് അമ്പ്, വള, ശൂലമെഴുന്നള്ളിപ്പ് പള്ളിയിൽ സമാപിച്ചതിനു ശേഷം ബാൻഡ് വാദ്യ സംഗമം നടക്കും. 13-ാം തീയതി ഞായറാഴ്ച തർപ്പണ തിരുനാൾ ദിവസം രാവിലെ 6:30-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്കു ശേഷം 2 മണിക്ക് തളിയക്കുളത്തിൽ ആഘോഷമായ സമൂഹ മാമോദിസ ഉണ്ടായിരിക്കും. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 4:30-ന് ദിവ്യബലി, തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് വർണ്ണമഴയും മെഗാ ബാൻഡ് മേളവും ഉണ്ടായിരിക്കും. ജൂലൈ 14 രാവിലെ 6:30-ന് മരിച്ചവർക്കു വേണ്ടിയുള്ള ദിവ്യബലി ഒപ്പീസ് ഉണ്ടായിരിക്കും. അന്നേ ദിവസം വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെ പാലാ കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻ പണങ്ങാടൻ, ഇടവക ട്രസ്റ്റി ചാക്കോ പുലിക്കോട്ടിൽ, ജനറൽ കൺവീനർ ഷാജു TJ, തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത്,
പബ്ലിസിറ്റി കൺവീനർ ജോബ് ഇലവത്തിങ്കൽ, PRO ജെഫിൻ ജോണി, തീർത്ഥകേന്ദ്രം പബ്ലിസിറ്റി കൺവീനർ CT ജോസ് എന്നിവർ പങ്കെടുത്തു. എല്ലാ വർഷവും നമ്മളുടെ പാലിയൂർ മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ജൂലൈ 3-ാം തീയതി തോമാസ് ശ്ലീഹായുടെ ദുക്രാന തിരുനാളും അതിനുശേഷം വരുന്ന മുപ്പട്ടി ഞായറാഴ്ച, അത് ഈ വർഷം ജൂലൈ 12, 13 തീയതികളിൽ തർപ്പണ തിരുനാളും ആഘോഷിക്കുകയാണ്. കടപ്പുറം മണത്തല മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം കോർ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് സംഘത്തിന്റെ നവീകരിച്ച ഓഫീസിന്റെയും കോർ ബാങ്ക് സംവിധാനത്തിന്റെയും നിക്ഷേപത്തിന്റെയും ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് KM അലി അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് കോർ ബാങ്കിന്റെയും ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണത്തിന്റെയും നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്ക് ദിനനിക്ഷേപത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. മത്സ്യഫെഡ് പ്രൊജക്ട് ഓഫീസർ PN നിഖിൽ, MR രാധാകൃഷ്ണൻ, AS ശിവദാസൻ, PS അശോകൻ, VV വിബീഷ്, KS നാരായണൻ, പ്രസന്ന വിശ്വനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. സൈക്കിൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥിക്ക് പുതിയ സൈക്കിൾ വാങ്ങി നൽകി മാതൃകയായി PTA കമ്മിറ്റി. പൂഴിക്കള സ്വദേശി മാമ്പുള്ളി ഷാജിയുടെ മകൻ വിഷ്ണുവിന്റെ സൈക്കിളാണ് ആൾത്തറ ഗോവിന്ദപുരം ക്ഷേത്ര പരിസരത്ത് നിന്ന് മോഷണം പോയിരുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ വിഷ്ണു എന്നും ആൽത്തറ സെന്ററിൽ സൈക്കിൾ വെച്ചാണ് അഞ്ഞൂരിലുള്ള ട്യൂഷൻ സെന്ററിലേക്ക് പോകാറുള്ളത്. ബുധനാഴ്ച രാവിലെ ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് സൈക്കിൾ കാണാതായത്. സമീപമുള്ള കടയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സൈക്കിൾ മോഷണം പോയതായി മനസ്സിലാക്കിയത്. വിഷ്ണുവും സുഹൃത്തുക്കളും ചേർന്ന് സമീപമുള്ള ആക്രിക്കടയിലും മറ്റും അന്വേഷണം നടത്തിയെങ്കിലും സൈക്കിൾ കണ്ടുകിട്ടിയില്ല. തുടർന്നാണ് വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയത്. ഏറെ ആഗ്രഹിച്ച് പണം സ്വരുക്കൂട്ടി വെച്ച് വാങ്ങിയ സൈക്കിൾ നഷ്ടപ്പെട്ടതിന്റെ മനോവിഷമത്തിലായിരുന്നു വിഷ്ണു. ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഷാജിയുടെയും രാജശ്രീയുടെയും മകനായ വിഷ്ണു തിരുവളയന്നൂർ സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വിഷ്ണുവിന്റെ സൈക്കിൾ മോഷണം നടത്തുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സമാന രീതിയിൽ മോഷണം നടത്തുന്ന മറ്റ് ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആൽത്തറ, വടക്കേക്കാട്, ചാവക്കാട് മേഖലകളിലായി സ്ഥിരം സൈക്കിൾ മോഷണം നടത്തുന്ന ആളാണ് എന്നാണ് സൂചന. അതേസമയം വിഷ്ണുവിന്റെ സങ്കടം മനസ്സിലാക്കി തിരുവളയന്നൂർ സ്കൂൾ PTA പ്രസിഡന്റ് ബിജു പള്ളിക്കര, വടക്കേക്കാട് സ്വദേശി VM മുസ്തഫ എന്നിവർ ചേർന്ന് പുതിയ സൈക്കിൾ വാങ്ങി. അടുത്ത സ്കൂൾ പ്രവൃത്തി ദിവസം സ്കൂളിൽ വെച്ച് വിഷ്ണുവിന് സൈക്കിൾ കൈമാറും. കണ്ടാണശ്ശേരി മുനിമട പരിസരത്ത് മാലിന്യം വലിച്ചെറിഞ്ഞവർക്ക് പിഴ. പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന വാർഡ് 15 മുനിമടയ്ക്കടുത്ത് MSUP സ്കൂളിന്റെ പരിസരത്തായി കറുത്ത പ്ലാസ്റ്റിക് കവറിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതായി കണ്ടെത്തി. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദ പരിശോധന നടത്തി. തൃശൂർ ടൗൺ ഹാൾ കേന്ദ്രീകരിച്ച് PACL വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിച്ച യോഗത്തിലെ ഭക്ഷണാവശിഷ്ടങ്ങളാണ് അലക്ഷ്യമായ രീതിയിൽ വലിച്ചെറിഞ്ഞതായി കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ലഭിച്ച തെളിവുകളിൽ നിന്ന് ശേഖരിച്ച ഫോൺ നമ്പറുകളിലും മേൽവിലാസങ്ങളിലും അന്വേഷണം നടത്തി സംഘാടകർക്കെതിരെ കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം സെക്ഷൻ 219N, 219AC പ്രകാരം പിഴ ചുമത്തുവാൻ പഞ്ചായത്ത് അധികാരികൾക്ക് നിർദ്ദേശം നൽകി. പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് C, ബിജു VL, TS ശരത്ത്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് KV വിനീത എന്നിവർ നേതൃത്വം നൽകി. പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ സഹധർമ്മിണി ഷീല രാമചന്ദ്രൻ ഗുരുവായൂരിലെ പൈതൃക മന്ദിരം സന്ദർശിച്ചു. അവരോടൊപ്പം ഷീലയുടെ അനുജത്തി മീന മേനോനും ഉണ്ടായിരുന്നു. മന്ദിരത്തിലെത്തിയ ഇവരെ പൈതൃകം ഭാരവാഹികൾ ശ്രീകൃഷ്ണ പ്രതിമ നൽകി സ്വീകരിച്ചു. കൂടാതെ ഇവർക്ക് വിഷ്ണുപാദവും ഗുരുവായൂർ കലണ്ടറും ഉപഹാരമായി നൽകി. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി മധു K നായർ, കൺവീനർമാരായ മണലൂർ ഗോപിനാഥ്, ശ്രീകുമാർ P നായർ, ജയൻ K മേനോൻ, ദിവാകരൻ, രവി വട്ടരങ്ങത്ത്, ഹരിദാസ് മാമ്പുഴ, ചന്ദ്രൻ PT, ബിജു ഉപ്പുങ്ങൽ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. TN നമ്പൂതിരി സ്മാരക അവാർഡ് നാടക കലാകാരൻ ബാബു വൈലത്തൂരിനെ 1991 മുതൽ ആരംഭിച്ച TN നമ്പൂതിരി അവാർഡ് ലഭിക്കുന്ന 35ാമത്തെ കലാകാരനാണ് ബാബു. ജൂലൈ 5-ന് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് പുരസ്കാര സമർപ്പണം നിർവഹിക്കും. സ്വാതന്ത്ര്യസമര സേനാനി, CPI നേതാവ്, ട്രേഡ് യൂണിയൻ സംഘാടകൻ, നാടകനടൻ, സംവിധായകൻ എന്നീ നിലകളിൽ കലാസാംസ്കാരിക രംഗത്തെ പ്രോജ്വല പ്രവർത്തകനായിരുന്നു TN നമ്പൂതിരി. K ദാമോദരൻ രചിച്ച പാട്ടബാക്കിയുടെ ദൃശ്യാവിഷ്കാരമൊരുക്കിയ ബാബു വൈലത്തൂർ നിരവധി നാടകങ്ങൾക്ക് സംവിധാനമൊരുക്കിയിട്ടുണ്ട്. അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാത്ത കലാകാരന്മാർക്ക് നൽകി വരുന്ന TN നമ്പൂതിരി സ്മാരക അവാർഡ് ഈ വർഷത്തിൽ പ്രശസ്ത നാടക പ്രവർത്തകൻ ബാബു വൈലത്തൂരിന് നൽകാൻ
ഇ ബാലഗംഗാധരൻ, കെ ശ്രീകുമാർ, ടി കെ സുധീഷ്, അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ എന്നിവരടങ്ങിയ TN സ്മാരക അവാർഡ് നിർണയ സമിതിയാണ് ഐക്യകണ്ഠേന തീരുമാനിച്ചത്. മലയാള നാടകവേദിയിൽ ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കം കുറിക്കുന്ന കെ ദാമോദരൻ എഴുതിയ പാട്ടബാക്കി എന്ന രാഷ്ട്രീയ പ്രചാരണ നാടകം വീണ്ടും രംഗത്ത് അവതരിപ്പിച്ച് ബാബു പരിചയപ്പെടുത്തിയത് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനമാണെന്ന് സമിതി വിലയിരുത്തി. ഈ കാലഘട്ടത്തിൽ മലയാള നാടകവേദിയെ സജീവവും ജനപ്രിയമാക്കി മാറ്റുന്നതിലും വലിയ സേവനമാണ് ബാബുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്നും സമിതി അഭിപ്രായപ്പെട്ടു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സൗത്ത് യൂണിറ്റ് സംഘടനയുടെ ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് VR അബി അധ്യക്ഷനായി. CV ഹാളിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി CB ജോബ്രാജ്, നോർത്ത് യൂണിറ്റ് സെക്രട്ടറി ഡെന്നി ജോബ്, സെൻട്രൽ യൂണിറ്റ് സെക്രട്ടറി മൊയ്തുണ്ണി, സാംസ്കാരിക വേദി കൺവീനർ TC ഗീവർഗീസ്, ലൂസി CC ജെയിംസ്, പ്രൊഫസർ ശങ്കരനുണ്ണി, VT ശ്രീധരൻ, MC അമ്മണി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ മെമ്പർമാർക്ക് സ്വീകരണവും നൽകി. യോഗത്തിന് യൂണിറ്റ് സെക്രട്ടറി T രാജഗോപാൽ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ TA പ്രേമരാജൻ നന്ദിയും പറഞ്ഞു. ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ശമ്പളം തന്നിരുന്നു. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇത്രയധികം പെൻഷൻ കൊടുക്കുന്നത്? പെൻഷൻ കൊടുക്കണമെന്ന് പറയില്ല, ഇത്രയധികം കൊടുക്കുന്നത്. ഇതിനേക്കാൾ പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിരവധി ജീവിക്കുന്ന ഈ സമൂഹത്തിൽ വലിയ ഒരു പെൻഷൻ പറ്റി ഇവരെല്ലാം നാടിന് കുടിക്കുകയാണ് എന്നുള്ള വലിയ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ. നമ്മൾ ആ പ്രചരണത്തിൽ ഒന്ന് പരിശോധിക്കണ്ടേ? ആ പ്രചരണത്തിൽ വല്ല കഴമ്പുകളുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? ട്രാഫിക് സിഗ്നലിന് മുകളിൽ സ്ഥാപിച്ച പരസ്യ ബോർഡ് യാത്രികർക്ക് ഭീഷണിയാകുന്നു. ചൂണ്ടൽ സെന്ററിൽ സ്ഥാപിച്ച ട്രാഫിക് സിഗ്നലിന് മുകളിൽ സ്ഥാപിച്ച പരസ്യ ബോർഡാണ് യാത്രികർക്ക് ഭീഷണിയായി മാറിയത്. കനത്ത മഴയും ശക്തമായ കാറ്റും മൂലം ബോർഡ് ഏത് സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. സ്വകാര്യ പരസ്യ ഏജൻസി സ്ഥാപിച്ച പരസ്യ ബോർഡാണ് അപകടസ്ഥിതിയിലുള്ളത്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളും നൂറുകണക്കിന് കാൽനടയാത്രികരും കടന്നുപോകുന്ന പാതയിലാണ് അപകടം വിതയ്ക്കുന്ന ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. ബോർഡിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് പോലീസ്, ഫയർഫോഴ്സ്, പൊതുമരാമത്ത് വകുപ്പ് എന്നിവരെ പ്രദേശവാസികൾ വിവരം അറിയിച്ചു. ഇതനുസരിച്ച് കുന്നംകുളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും ബോർഡ് അഴിച്ചുമാറ്റാൻ ഉയരമുള്ള കോണിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയായിരുന്നുവെന്ന് ചൂണ്ടൽ സെന്ററിലെ ഓട്ടോ തൊഴിലാളിയായ ഷാജി പറഞ്ഞു. ഇവിടെ സിഗ്നലിന്റെ മേലുള്ള ബോർഡ് കാറ്റിട്ട് 2 പ്രാവശ്യം തിരിഞ്ഞു പോയപ്പോൾ ഞാൻ പോലീസ് വന്നു. അവർക്ക് ഹൈറ്റുള്ള ഒരു കോണിയില്ലാന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയത്. ഇത് തലയ്ക്ക് മേലെ വലിയൊരു ബോംബാണ്. ഇനി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴി കൂടെ പോകുന്ന യാത്രക്കാരോ അല്ലെങ്കിൽ കാറുകാരോ നെറ്റിക്ക് വീണ വലിയൊരു അപകടം സംഭവിക്കും. അപ്പൊ അത് അധികൃതരെ നമ്മൾ അറിയിച്ചു. അവർ വേണ്ട നടപടി സ്വീകരിക്കുക. അപ്പൊ അത് അധികൃതരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ മീഡിയ വഴി കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് വേണ്ട നടപടി എടുക്കണമെന്ന് വിശദമായി അഭ്യർത്ഥിക്കുന്നു. പോലീസോ പൊതുമരാമത്ത് അധികൃതരോ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. ശക്തമായ കാറ്റിൽ ബോർഡ് പൊട്ടിവീണ് അപകടം സംഭവിക്കുന്നതിന് മുൻപായി തന്നെ അഴിച്ചുമാറ്റാനായ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകണം. പാതയോരങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റുകളിലും പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിലൂടെ വരുമാനമുണ്ടാക്കുന്ന സർക്കാർ വകുപ്പുകൾ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എരുവപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിൽ ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ 6 മണിക്കും 8 മണിക്കും വിശുദ്ധ കുർബാനകൾ നടന്നു. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ, ഫാദർ ജിയോമോൻ കല്ലേരി എന്നിവർ കാർമ്മികരായി. 10-ന് നടന്ന ആഘോഷമായ തിരുനാൾ റാസ കുർബാനയ്ക്ക് ഫാദർ ജോൺ പുത്തൂർ മുഖ്യ കാർമ്മികനായി. ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ സഹകാർമ്മികനായി. ഫാദർ പോൾ മുട്ടത്ത് തിരുനാൾ സന്ദേശം നൽകി. തിരുനാളിന്റെ ഭാഗമായി നടന്ന നേർച്ചയൂട്ടിൽ 15,000 പേർ പങ്കെടുത്തു. ജനറൽ കൺവീനർ KC ഡേവിസ്, കൈക്കാരന്മാരായ TS ജെയ്സൺ, MK ജോൺസൺ, TO ഷൈജു, MV ഷാൻഡോ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷവും തടഞ്ഞുവെച്ച പട്ടയങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി തൃശൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് തടഞ്ഞുവെച്ച പട്ടയങ്ങൾ വിട്ടു നൽകി താലൂക്ക് അധികൃതർ. 1999 കേന്ദ്രീകൃത വനഭൂമി പതിവ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് അവരുടെ അവകാശമായ വനഭൂമി പട്ടയം ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷവും പട്ടയം വിതരണം ചെയ്യാതെ തടഞ്ഞുവെക്കുന്നത് കടുത്ത അനീതിയും അവകാശ ലംഘനവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. തുടർന്ന് ഡെപ്യൂട്ടി തഹസിൽദാറുമായി സമരക്കാർ നടത്തിയ ചർച്ചയിലാണ് പട്ടയം നൽകാൻ ധാരണയായത്. സമരത്തിലുണ്ടായിരുന്ന 4 പേർക്ക് ഉടൻ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പട്ടയം നൽകി. പാറമേക്കാവ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു.
വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.എസ്. നിസാർ ഉദ്ഘാടനം ചെയ്തു. ഭൂസമരസമിതി ജില്ലാ കോർഡിനേറ്റർ ഷാജഹാൻ എളനാട് അധ്യക്ഷത വഹിച്ചു. പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഉമൈറ കെ.എസ്., റക്കീബ് കെ. തറയിൽ, ഭൂസമരസമിതി സംസ്ഥാന കോർഡിനേറ്റർ കെ. ഷാജഹാൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ, ട്രഷറർ ആരിഫ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. മാർച്ചിന് ജില്ലാ നേതാക്കളായ സെക്രട്ടറി സുഹൈബ് അലി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നവാസ് എടവിലങ്ങ്, റഫീഖ് അത്താണി, എം.എ. കമറുദ്ദീൻ, ഹസീല ഹനീഫ്, ഷെമീറ നാസർ, മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTVയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവർക്ക് ഊഷ്മളമായ യാത്രയപ്പ് നൽകി. ബ്രോഡ്ബാൻഡ് വിഭാഗത്തിൽ നിന്ന് സപ്പോർട്ട് എഞ്ചിനീയർ രാജേഷ് കെ, നെറ്റ്വർക്ക് എഞ്ചിനീയർമാരായ ബിബിൻ KV, ശ്രീഷ്ണ TS, കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് രജിത VR എന്നിവരാണ് പിരിഞ്ഞു പോകുന്നത്. ഇവർക്കാണ് യാത്രയപ്പ് നൽകിയത്. CCTV ചെയർമാൻ KC ജോൺസന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, ഷാജി V ജോസ്, ജനറൽ മാനേജർ സിൻഡോ ജോസ് ചൂണ്ടൽ, ജീവനക്കാരായ ടോണി PS, രമ്യ സനിൽ, ജോസ് മാളിയേക്കൽ, ശരത് കുമാർ, ലിബിത VA, അധീന എഡ്വിൻ, ജീഷ്മ MB തുടങ്ങിയവർ സംസാരിച്ചു. CCTVയുടെ ഉപഹാരം ചെയർമാൻ KC ജോൺസൺ, MD TV ജോൺസൺ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. വിരമിക്കുന്ന ജീവനക്കാർ മറുപടി പ്രസംഗവും നടത്തി. ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. എളവള്ളി പഞ്ചായത്തിലെ കാക്കശ്ശേരി കറുപ്പം വീട്ടിൽ അബ്ദുവിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. വിറകുപുരയിൽ നിന്നാണ് 6 അടിയോളം നീളമുള്ള മൂർഖനെ കണ്ടെത്തിയത്. കാക്കശ്ശേരി പുതുനഗറിലുള്ള വീട്ടിലെ വിറകുപുരയിൽ നിന്ന് ചകിരിയെടുക്കുന്ന സമയത്താണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. വിവരം അറിഞ്ഞെത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, ജനപ്രതിനിധികളായ സുരേഷ് കരുമത്തിൽ, PM അബു എന്നിവരുടെ നേതൃത്വത്തിൽ പാമ്പ് പിടുത്ത വിദഗ്ധനെ വിളിച്ചുവരുത്തി അല്പസമയത്തെ പ്രയത്നങ്ങൾക്കൊടുവിൽ മൂർഖനെ പിടികൂടി. പാമ്പിനെ പിന്നീട് വനവകുപ്പിന് കൈമാറി. കുട്ടികളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭ ലഹരിക്കെതിരെ കായിക ലഹരി വണ്ടർ ഗോൾ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൗണ്ടിലെ പവലിയനിൽ നടന്ന വണ്ടർ ഗോൾ ക്യാമ്പയിൻ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷബീർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, പൊതുമരാമത്ത് സീനിയർ സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ്, കൗൺസിലർമാരായ VK സുനിൽകുമാർ, ബിനു പ്രസാദ്, കായികാധ്യാപകൻ ശ്രീനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാല പ്രവർത്തകനും ലൈബ്രറിയനും താലൂക്ക് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറിയും ഓഫീസ് സ്റ്റാഫുമായിരുന്ന PS സതീഷിന്റെ 8ാമത് അനുസ്മരണ വാർഷികം സംഘടിപ്പിച്ചു. പൂവത്തൂർ വ്യാപാര ഭവനിൽ നടന്ന അനുസ്മരണ ചടങ്ങ് കവിയും എഴുത്തുകാരനുമായ ഡോക്ടർ സീരാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല സംഘം ചാവക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KP വിനോദ് അധ്യക്ഷനായി. സെക്രട്ടറി KA വിശ്വംഭരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സതീശന്റെ പേരിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പുരസ്കാരത്തിന് മുൻ താലൂക്ക് ഭാരവാഹി കൂടിയായ KN ബാഹുലേനെയും മികച്ച ലൈബ്രറിയനുള്ള പുരസ്കാരത്തിന് ആനി ജോസിനെയും തെരഞ്ഞെടുത്തു. ഇരുവർക്കും ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. താലൂക്ക് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി PG സുബിദാസ്, വൈസ് പ്രസിഡന്റ് TN ലെനിൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം മണികണ്ഠൻ, താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം അനിത, RA അബ്ദുൾ ഹക്കീം, TS സനു, ബിജു, ആനി ജോസ് എന്നിവർ സംസാരിച്ചു. സതീശന്റെ ഭാര്യ താരയും മക്കളും ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കുന്നംകുളം, വടക്കാഞ്ചേരി താലൂക്കുകളിൽ സംസ്ഥാന തൊഴിൽ വകുപ്പ് വിവിധ കർമ്മപരിപാടികൾ സംഘടിപ്പിച്ചു. കുന്നംകുളം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ VK റഫീഖ്, വടക്കാഞ്ചേരി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ UP സുമിത് എന്നിവരുടെ നേതൃത്വത്തിൽ കുന്നംകുളം, തലപ്പള്ളി താലൂക്കുകളിലെ അതിഥി തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന വിവിധ ക്യാമ്പുകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന ലഘുലേഖകൾ വിതരണം ചെയ്തു. ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യ വശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ഹ്രസ്വ വീഡിയോ പ്രദർശനങ്ങളും പവർ പോയിന്റ് പ്രസന്റേഷൻ ഉൾപ്പെടുന്ന അവബോധ ക്ലാസുകളുമുണ്ടായി. ഗർഷോം എന്ന സന്നദ്ധ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന തൊഴിൽ വകുപ്പുമായി സഹകരിച്ച് കടങ്ങോട്, പഴഞ്ഞി എന്നീ പ്രദേശങ്ങളിൽ അതിഥി തൊഴിലാളികൾക്ക് മാസത്തിലൊരിക്കൽ ലഹരി വിമുക്ത കൗൺസിലിംഗ് ഉൾപ്പെടുന്ന സൗജന്യ ചികിത്സയും പുനരധിവാസം ലക്ഷ്യമാക്കി സ്കിൽ ട്രെയിനിങ്ങും നടത്തുവാനുള്ള സ്ഥിര സംവിധാനം ഒരുക്കാൻ തീരുമാനിച്ചു. എളവള്ളി പഞ്ചായത്തിൽ കർഷക സഭ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. ജൂൺ 26, 27, 28 തീയതികളിലായാണ് ചന്ത സംഘടിപ്പിച്ചത്. കർഷക സഭ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ഹരിത കേരളം മിഷന്റെ ഒരു തൈ നടാം പദ്ധതിയുടെ ഭാഗമായി
ബലവൃക്ഷത്തൈ വിതരണം മുതിർന്ന കർഷകൻ മാധവൻ അരീക്കരയ്ക്ക് നൽകി MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, സ്ഥിരം സമിതി ചെയർമാൻമാരായ KD വിഷ്ണു, NB ജയ, TC മോഹനൻ, ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം, എളവള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP രാജു, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ, കൃഷി ഓഫീസർ CR രാഗേഷ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആഷിഖ് വലിയകത്ത് എന്നിവർ സംസാരിച്ചു. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി സെമിനാറുകൾ, കൃഷി അനുഭവ പരിപാടികൾ, കാർഷിക ഉപകരണ പ്രദർശനം, നടീൽ വസ്തുക്കളുടെ വിതരണം, ജൈവരാസവളങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, പച്ചക്കറി വിത്തുകൾ, തൈകൾ, അലങ്കാര ചെടികൾ തുടങ്ങിയവയുടെ സ്റ്റാളുകൾ, കുടുംബശ്രീ ഫുഡ് കോർട്ട് തുടങ്ങിയവ കാർഷിക ചന്തയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി കൃഷിയിൽ മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം, സുരക്ഷിത പച്ചക്കറി കൃഷി, നാളികേര വികസന ബോർഡ് പദ്ധതികളും, സുരക്ഷിത തെങ്ങ് കൃഷിയും, നെൽകൃഷിയിലെ ജൈവ ജീവാണു കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ, പെണ്ണാരോഗ്യം ആയുർവേദത്തിൽ, പശുപരിപാലനം, ഹോമിയോപ്പതിയിൽ, കൃഷിപാഠം, കാർഷിക ക്യൂസ് തുടങ്ങിയ വിഷയങ്ങളിൽ സെമിനാറുകളും, കാർഷിക നഴ്സറി, കർഷക കൂട്ടായ്മ, കലാപരിപാടികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. എളവള്ളി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും, ചിറ്റാട്ടുകര എളവള്ളി സർവീസ് സഹകരണ ബാങ്കുകളും, ജലനിധി, കുടുംബശ്രീ, പാടശേഖര സമിതികൾ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മാറുന്ന കാലത്തെ സാങ്കേതിക വിദ്യയ്ക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ പുതിയ കൃഷിയറിവുകൾ പരിചയപ്പെടുത്തുകയും പുതിയ തലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരികയുമാണ് ഞാറ്റുവേല ചന്തയിലൂടെ ലക്ഷ്യമിടുന്നത്. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി കുന്നംകുളം ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ലഹരിവിരുദ്ധ ലഘുലേഖകൾ വിതരണം ചെയ്തു. ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. കസ്തൂർബ ഗാന്ധി ദർശൻ വേദി സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ രേണുക മേനോൻ, കുന്നംകുളം നഗരസഭാ കൗൺസിലർ മിഷ സെബാസ്റ്റ്യൻ, ശശീധരൻ വയലത്തൂർ, രാജേഷ് VM, രേഷ്മ സതീഷ് എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി പെരുമണ്ണൂരിൽ EPN നമ്പീശൻ മാസ്റ്റർ അനുസ്മരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. EPN നമ്പീശൻ മാസ്റ്റർ സ്മാരക ചൈതന്യ വായനശാലയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി നിർവഹിച്ചു. വായനശാല സെക്രട്ടറി മണികണ്ഠൻ നമ്പീശൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് മെമ്പർ സജിത ഉണ്ണികൃഷ്ണൻ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ചടങ്ങിൽ ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വായനശാല ഭാരവാഹികളായ KK വിനോദ് സ്വാഗതവും P അനീഷ് നന്ദിയും പറഞ്ഞു. പുത്തൻകടപ്പുറം HILP സ്കൂളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സുബീന അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് SI വേണുഗോപാൽ ക്ലാസിന് നേതൃത്വം നൽകി. ജിഷ മാത്യു ടീച്ചർ, വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ തയ്യൽ, കാസിൻ KH, MPTA പ്രസിഡന്റ് ഹസ്ന, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. രക്ഷിതാക്കൾ തയ്യാറാക്കിയ വിഭവങ്ങൾ കൊണ്ടുള്ള സൗഹൃദ ചായ സൽക്കാരവും ഉണ്ടായിരുന്നു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,985 രൂപ, സ്വർണം പവന് 71,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 115 രൂപ. ചരമം കല്ലുംപുറം സെന്ററിൽ പഴഞ്ഞി റോഡിൽ താമസിക്കുന്ന ചാലിശ്ശേരി സ്വദേശി ചെറുവത്തൂർ ജോർജ് നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടന്നു. ലൂസി ഭാര്യയും ആഷിഖ്, ആശ എന്നിവർ മക്കളുമാണ്. കടവലൂർ ഹൈസ്കൂൾ റോഡിൽ മലങ്കര റീത്ത് പള്ളിക്ക് സമീപം പുലിക്കോട്ടിൽ പരാതിയായ വർഗീസ് ഭാര്യ തങ്കമ്മ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം മലബാർ സ്വതന്ത്ര സുറിയാനി സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടന്നു. പരേതരായ പ്രസീന, റീന എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശികളായ രൂപേൽ, രാഹുൽ, ആലിം എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു. ആശയക്കുഴപ്പം നീങ്ങി. തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച അവധി തന്നെയെന്ന് സ്ഥിരീകരണം. ആശയക്കുഴപ്പമുണ്ടാക്കിയ സർക്കുലർ തൃശൂർ DEO പിൻവലിച്ചു. മാർ തോമസ് ലീഹയാൽ സ്ഥാപിതമായ പാലിയൂർ സെന്റ് തോമസ് മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിലെ
ദുക്രാന തിരുനാൾ ജൂലൈ 3-നും തർപ്പണ തിരുനാൾ ജൂലൈ 12, 13 തീയതികളിലും ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. സൈക്കിൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥിക്ക് പുതിയ സൈക്കിൾ വാങ്ങി നൽകി PTA കമ്മിറ്റി. പൂഴിക്കള സ്വദേശി മാമ്പുള്ളി ഷാജിയുടെ മകൻ വിഷ്ണുവിന്റെ സൈക്കിളാണ് ആൽത്തറ ഗോവിന്ദപുരം ക്ഷേത്ര പരിസരത്ത് നിന്ന് മോഷണം പോയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.